ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യയുടെ പാർലമെന്റിന്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങാം, അതായിരിക്കും നല്ലത്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്നലെ ശരിക്കും ജയശങ്കർ നമ്മുടെ ഫോറിൻ മിനിസ്റ്ററിന്റെ അടുത്ത് ചോദ്യങ്ങൾ കുറെ കേരളത്തിന്റെ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഇരുന്ന് തകൃതിയായിട്ടുള്ള ഒരുപാട് വിവിധ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രണ്ട് ചോദ്യം മാത്രമാണ് ഞാനിവിടെ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ചോദ്യങ്ങളെല്ലാം ഇറലവന്റ് ആണ്, അതിനകത്ത് കൂടുതൽ നോക്കാനൊന്നുമില്ല. ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, UN-ലെ അവസാനത്തെ റെസൊല്യൂഷൻ, അതായത് ലാസ്റ്റ് റെസൊല്യൂഷൻ, യുണൈറ്റഡ് നേഷൻസിൽ ഇസ്രയേലിനെതിരെ ലാസ്റ്റ് റെസൊല്യൂഷൻ പാസ് ചെയ്തു. ആ പാസ് ചെയ്ത സമയത്ത് USA അതിനെ വീറ്റോ ചെയ്ത് കളയുകയാണ് ചെയ്തത്. അത് ഒരു കാര്യത്തിലായിരുന്നെങ്കിലും പക്ഷേ ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത്. കാരണം പാലസ്തീനെ അനുകൂലിച്ചില്ല എന്നുള്ളതിലുപരി ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തും നിന്നില്ല എന്നുള്ളതാണ്. ഇസ്രയേലിനെതിരെയാണ് ആ പ്രമേയം ഉണ്ടായത്. അപ്പൊ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. അത് പരോക്ഷത്തിൽ പാലസ്തീനെതിരല്ലേ ആ നിലപാട് എന്നുള്ള നിലയിലാണ് ചോദ്യം വന്നത്. അപ്പൊ അതിന് കൃത്യമായ ഉത്തരം അതിൽ ജയശങ്കർ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് ഈ റിപ്പോർട്ട്, അതായത് ഈ UN-ൽ യുണൈറ്റഡ് നേഷൻസിൽ ഈ അവതരിപ്പിക്കപ്പെട്ട ഈ പ്രമേയം തികച്ചും വൺ സൈഡ് ആണെന്നാണ് പറഞ്ഞത്. അത് ഇസ്രയേലിനെതിരെ മാത്രമായിട്ടാണ് അത് ഉണ്ടാക്കപ്പെട്ടതെന്നാണ്. അത് ഇസ്രയേലിനെതിരെ മാത്രമായിട്ട് ആ നിലപാടുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ പ്രമേയത്തിനെ നമ്മൾ പിന്തുണയ്ക്കാത്തത് എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. നമ്മൾ ആ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നത് അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. കാരണം ഗാസയ്ക്ക് ഇന്ത്യ ഒരുപാട് എയ്ഡ് കൊടുക്കുന്നുണ്ട്. അത് യുണൈറ്റഡ് നേഷൻസ് ത്രൂ തന്നെ കൊടുക്കുന്നുണ്ട്. ബില്യൺസ് ഓഫ് ഡോളർ കണക്കിൽ വരുന്ന സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഇല്ലാന്നില്ല. പക്ഷെ അതേസമയം ആ പ്രമേയത്തിൽ ഒക്ടോബർ 7 നടത്തിയ ഈ ഒരു കൂട്ടക്കൊലയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു തീവ്രവാദപരമായ ഈ നടപടികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പിടിച്ചോണ്ട് പോയി വെച്ചിരിക്കുന്ന ഈ ഒരു ബന്ദികളെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള ഈ ഒരു പരാമർശം പോലും ആ റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ വിട്ടുനിന്നതെന്ന് വളരെ വ്യക്തമായി അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ പാലസ്തീനിൽ ഇസ്രായേൽ യുദ്ധം നടത്തുന്നു, എല്ലാം നിരായുധരായിട്ടുള്ള ആൾക്കാരെയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, അതായത് നമ്മുടെ രാജ്യ താല്പര്യമാണ്. രണ്ടാമത്, ഇന്ത്യയും ഇസ്രായേലും ഒരേ നിലവാരത്തിൽ പോകുന്ന രാജ്യങ്ങളാണ്. കാരണം നമ്മൾ എന്താണോ നേരിടുന്നത് തീവ്രവാദികളുടെ പക്കൽ നിന്ന് നമ്മൾ എന്താണോ കശ്മീരിലും നമ്മളുടെ ഇന്ത്യൻ ബോർഡറുകളിലും നമ്മൾ നേരിടുന്നത്, അതേ പ്രശ്നമാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് തീവ്രവാദികൾക്കെതിരെയുള്ള നടപടിയാണ്. പിന്നെ ഇസ്രായേലും ഇന്ത്യയുമായിട്ടുള്ള കരാറുകൾ ഈ ഒരു കരാർ മാത്രമേ, ഇത് വെപ്പൺ സപ്ലൈ ചെയ്യുന്ന ഒരു കരാർ മാത്രമല്ല, അവരവരുടെ ടെക്നോളജി കൊണ്ടുവന്ന് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടെ വെച്ച് ഉൽപ്പാദിപ്പിച്ച് അതിന്റെ കാര്യങ്ങൾ നമ്മുടെ നാടിനും ഗുണം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇസ്രായേൽ ഗാസ വാർ ചിലപ്പോൾ ഇന്ന് നിൽക്കാം, നാളെ നിൽക്കാം, ചിലപ്പോൾ ഏത് സാഹചര്യത്തിൽ അത് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ട്രേഡ് ഡീലൊന്നും അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് ലോങ് റണ്ണിൽ ദീർഘവീക്ഷണത്തോടെ ഗവൺമെന്റ് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഒരു വെപ്പൺ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാട്, പാലസ്തീൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അവർ വെപ്പൺ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവരും ഇസ്രായേലും ഒരു വെപ്പൺ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ അപ്പം പാലസ്തീനെ നമ്മൾ തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ കരാർ മാത്രമേ നമ്മൾ നടപ്പിലാക്കൂ എന്നുള്ള നിലയിലാണ് നമ്മൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാതെ എങ്ങനെയാണ് ഇത് എന്റെ ഭാഗത്ത് ഞാൻ ചോദിക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അല്ലാതെ എങ്ങനെയാണ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഒരു സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് എക്യുപ്മെന്റ് ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള രാജ്യവും ഒരു കഴിവും ഇല്ലാത്ത ഒരു രാജ്യവും എങ്ങനെയാണ് ഒരേപോലെ നമ്മൾ ഡീൽ ചെയ്യാൻ പറ്റുന്നത്? ഇത് ഇസ്രായേലിന് ഇന്ത്യയിലല്ല ഈ വെപ്പൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇത് സപ്ലൈ ചെയ്ത് കൊടുക്കപ്പെടും. പിന്നെ തികച്ചും അതിൽ ജയശങ്കർ എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ ഇത് നാഷണൽ ഇൻട്രസ്റ്റ്, ന്യൂഡൽഹിയുടെ ഇൻട്രസ്റ്റ് ആണ്. അതിനനുസരിച്ചാണ് ഈ വെപ്പൺ സപ്ലൈ ചെയ്യുന്നത്. ഇത് വെപ്പൺ എന്ന് പറഞ്ഞാൽ തന്നെ അത് യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ലേ. പിന്നെ അത് നമ്മൾ തടഞ്ഞു വെച്ചിട്ട് പിന്നെ എന്ത് കാര്യമാണുള്ളത്? പിന്നെ അവർ നമ്മുടെ നാട്ടിൽ വന്ന് വെപ്പൺ പിന്നെ മാനുഫാക്ചറിങ് ഇതേപോലെ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എന്ത് പ്രയോജനമാണ് അവർക്കുള്ളത്? അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല. പിന്നെ ഇത് തികച്ചും പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളാണ്. രാജ്യത്തിന് വേണമെങ്കിൽ ഇടപെടാം, പക്ഷേ രാജ്യത്തിന്റെ താല്പര്യം ഇസ്രായേലിനോടൊപ്പമാണ്. കാരണം ഇസ്രായേലും ഇന്ത്യയും ഫേസ് ചെയ്യുന്നത് ഒരേ തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിലപാടുകളാണ്. അത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത്. ഓപ്പൺ ആയിട്ട് പാർലമെന്റിൽ ഇസ്രായേലിനെ പിന്തുണച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ജയശങ്കർ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിൽ ഇന്നലെ റിബൽ ഗ്രൂപ്പുകൾ, ഹമ എന്ന് പറഞ്ഞ സിറ്റി അവർ ഓൾറെഡി കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് ഇപ്പോൾ അവർ ഹോംസ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. ഹോം നഗരത്തിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരെ അവിടെ നിന്ന് ഓട്ടിക്കുകയാണ്. ഈ റിബലുകളായിട്ടുള്ള ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരെ, അതായത് എങ്ങനെയാണോ ഇവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ഇവർ റെഫ്യൂജികളായിട്ട്, ഇവർ അഭയാർത്ഥികളായിട്ട് ഓട്ടിച്ചു വിട്ടത്, അതേപോലെ ഇപ്പൊ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ആയിരക്കണക്കിന് ആൾക്കാരെ ആ സിറ്റികളിൽ നിന്ന്, അതായത് ഹോംസിൽ നിന്നും ഈ ഹമാ സിറ്റിയിൽ നിന്നും ഒക്കെ ഓട്ടിക്കുകയാണ്. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആൾക്കാരിപ്പം പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ പോകുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ആ രീതിയിലുള്ള സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സിറ്റുവേഷൻ വളരെ ഭയാനകമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാർത്തയിൽ പറയുന്ന പോലെ ഒന്നുമല്ല, നല്ല രീതിയിൽ അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. തോക്ക് മുനയിൽ നിന്നാണ് ആൾക്കാരെ ഓട്ടിക്കുന്നത്. അതായത് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത് വന്നിട്ട് ഇറങ്ങി പോകുന്ന പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് സംഭവം.
പിന്നെ ഈ ഹോംസ് എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തിൽ നിന്നും ആസാദിന്റെ റെജീമിൽപ്പെട്ട ഒരുപാട് ആർമി ഉദ്യോഗസ്ഥരെ ഇവർ കൂട്ടം കൂട്ടമായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും അവരെ സറണ്ടർ ആക്കുകയും അതേപോലെ ഒരുപാട് ആൾ റിബലുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ആർമി. പിന്നെ ഇതില് ഇന്നലെ ഇസ്രായേൽ സിറിയ ലെബനാൻ ബോർഡറിൽ ഒരു കോർണറിലാണ്, ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു വെപ്പൺ സപ്ലൈ നടന്നുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് കണ്ടെത്തി അവിടെ തന്നെ അറ്റാക്ക് ഇട്ടത്, അവിടെ തന്നെ എയർ സ്ട്രൈക്ക് ചെയ്ത് ഇസ്രായേൽ ഇന്നലെ. അത് ശരിക്കും പറഞ്ഞാൽ ഹമാസിന് ഇസ്രായേലിന്റെ പിന്നെ സിറിയയുടെ ഭാഗത്ത് നിന്നും ലെബനാനിലോട്ട് അവർ വെപ്പൺ കടത്തുകയായിരുന്നു. ആ കടത്തൽ അവിടെ തടയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം ഇവരുടെ അടുത്ത് കുറച്ച് വെപ്പൺസിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഈ ഹിസ്ബുള്ളാക്കി ഒരുപാട് റോക്കറ്റുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1,00,000-ൽ പരം റോക്കറ്റുകൾ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതൊക്കെ വിവിധ സ്ഥലങ്ങളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ റോക്കറ്റുകളും ഇവർ ലെബനാനിലല്ല വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് സമയാസമയങ്ങളിൽ ഇവരുടെ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളിൽപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്ന് ഇവർക്ക് ആ വെപ്പൺസ് പിന്നെ താരതമ്യേന അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവർക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഇവർ ഒരു കോൾ ഫോർ ചെയ്യും. അപ്പൊ അവർ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഓയിൽ ടാങ്കറുകളിലോ അല്ലെങ്കിൽ സ്മഗ്ലിംഗ് ചെയ്യുന്ന വേറെ വണ്ടികളിലോ ട്രക്കുകളിലോ പിന്നെ നിസാൻ വണ്ടികളിലോ അവരുടെ ഒരു വണ്ടി ഉണ്ടല്ലോ, ഈ ഒരു ലോഡ് കാരിയർ വെഹിക്കിൾ പോലത്തെ സാധനം, അതിലൊക്കെ കയറ്റി വിടുന്നതാണ് ഇവരുടെ പതിവ്. അപ്പൊ ആ രീതിയിൽ നടന്ന ഒരു സ്മഗ്ലിംഗ് ആണ്. ഇന്നലെ ഹ്യൂജ് ആയിട്ട് നല്ലൊരു ബിഗ് ക്വാണ്ടിറ്റിയിൽ നടന്ന ഒരു സ്മഗ്ലിംഗ് ആണ്. അതിനെയാണ് ഇസ്രായേൽ ഇന്നലെ തടസ്സപ്പെടുത്തിയത്. അത് ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു അടിയായിട്ട് മാറിയിരിക്കുകയാണ്. സിറിയൻ റിബൽസ് റഷ്യയുടെ ഒരു റഡാർ സിസ്റ്റം ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. പോർട്ട്ലെറ്റ് K1 എന്നാണ് പറയുന്നത്. അഡ്വാൻസ് ലോ ആറ്റിറ്റ്യൂഡ് റഡാർ സർവൈലൻസ് സിസ്റ്റമാണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് $5 മില്യൺ വർത്ത് വരുന്ന വാല്യൂ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മേജർ ഇൻ്റലിജൻസ് ഏരിയയിൽ നല്ലൊരു അപ്പർ ഹാൻഡ് കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ ഒരു വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഇത്രയും റിബലുകളായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്തുകൊണ്ട് ഈ റഡാർ സിസ്റ്റം വെച്ചിട്ട് അത് തന്നെ സെക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഈ റിബൽ ഗ്രൂപ്പുകളുടെ സിറിയയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. പിന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ പറന്ന് വന്നിട്ടുണ്ട്. അത് ലെബനാന്റെ സൈഡിൽ തന്നെയാണ് വന്നത്. തീർച്ചയായിട്ടും ഹിസ്ബുള്ളയുടെ പ്രവൃത്തി തന്നെയാണ്. അവർ വിട്ടിരുന്നു, അത് ഇസ്രായേൽ അടിച്ച് താഴ്ത്തിയിട്ടിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇത് സീസ് ഫയർ എന്ന് പറഞ്ഞാലും ഉള്ളിൽ കൊലപാതകങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതാണ്ട് 6,000-7,000 സോൾജേഴ്സിലധികം ഈ സൗത്ത് ലെബനാൻ ഭാഗത്ത് ലിറ്റാനി റിവർ ഭാഗത്തൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴും 6,000 സോൾജേഴ്സ് ലെബനാന്റെ ഉള്ളിലുണ്ട്. അവർ ഡെയിലി ഓരോ രീതിയിലുള്ള ഇത് ചെറിയ ഇതേപോലെ ബങ്കറുകൾ, ഇതേപോലെ ചെറിയ വെപ്പൺ സ്റ്റോറേജ് ഏരിയകൾ ഇതൊക്കെ കണ്ടെത്തി ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ ചെറിയ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ആ കാഷ്വാലിറ്റീസ് ഉയർന്ന് ഇപ്പൊ ഏതാണ്ട് 4,000-ലധികം ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒഫീഷ്യലി വരുന്ന വാർത്ത. ഇറാൻ നമ്മൾ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ട് ഇവര് രാസായുധം ഉപയോഗിക്കാനുള്ള ഒരു ഏർപ്പാടിലാണ് ഇവർ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഇവര് ഒരു അനൗൺസ്മെന്റ് ഇന്നലെ വിട്ടിരിക്കുന്ന പറഞ്ഞാല് ഇസ്രയേൽ വൈറ്റ് ഫാസ്ഫറസ് ആയുധം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു അനൗൺസ്മെന്റ് വിട്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഇങ്ങനെ ഉണ്ടാക്കും. ഇറാന്റെ സൈഡിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഒരു എലിഗേഷൻ ഉണ്ടാക്കി അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അതിനെ സത്യമാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു വ്യവസ്ഥ. പക്ഷേ ഇസ്രയേലിന്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ടെന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതപ്പെടുന്നത്. അപ്പൊ അത് ഇസ്രയേൽ ക്ലിയർ ആയിട്ട് അതിനെ ഡിനൈ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ആർക്ക് വേണമെങ്കിലും വെപ്പൺ വീണ സ്ഥലത്ത് വന്ന് ആർക്ക് വേണമെങ്കിലും ഈ അറ്റാക്ക് നടന്ന സ്ഥലത്ത് വന്ന് പരിശോധിക്കാം. അവിടെ കിടക്കുന്ന ഡെബ്രീസ് എടുത്തുകൊണ്ട് പോയിട്ട് അവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ വൈറ്റ് ഫാസ്ഫറസ് ഒന്നും ഇസ്രയേൽ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇതൊക്കെ സിറിയ, ഇറാൻ ഇവരുടെ ഈ റെജിമെന്റ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സിറിയയുടെ ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവര് കുറെ നാളുകൊണ്ട് ഇസ്രയേലിന്റെ മേളിൽ വേറെ ഒരു മാർഗവും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു മിസൈലെങ്കിലും ഈ രാസായുധത്തിൽപ്പെട്ട ആ വകുപ്പിൽപ്പെട്ട ഒരു മിസൈൽ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഹാപ്പി ആയിരിക്കും. അത് അവരുടെ ഒരു ഏറ്റവും വലിയൊരു അറ്റാക്കിംഗ് മെത്തേഡായിട്ട് അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇന്റർണലി ഇറാന്റെ ഉള്ളിലൊക്കെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മൊസാദിന്റെ കണ്ണുകൾ അവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും. അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അവിടെയൊക്കെ അടി ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം താരതമ്യേന ഇസ്രയേലിന്റെ ഭാഗത്ത് പിന്നെ ലൈഫ് ത്രെട്ടനിങ് കുറച്ച് കുറവാണ്. ഇസ്രയേലിന്റെ ഭാഗത്തുള്ള ആ ഒരു സോൾജേഴ്സിന്റെ മരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ തുടരെയുള്ള റോക്കറ്റ് അറ്റാക്കുകളും ഈ ലെബനാന്റെ ഉള്ളിലുള്ള ഗ്രൗണ്ട് അറ്റാക്കും കുറച്ച് തകൃതിയായിട്ട് കുറച്ചത് കൊണ്ട് തന്നെ ഈ ഇസ്രയേലിന്റെ ഭാഗത്തുള്ള കാഷ്വാലിറ്റീസ് തീരെ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് ഈജിപ്തിന്റെ ഒരു എഗ്രിമെന്റിനോട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പോസ്റ്റ് വാർ, ഇതുവരെ വാർ തീർന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങണം പോസ്റ്റ് വാർ. അപ്പൊ അവർ ആ രീതിയിൽ എത്തിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിൽ ഭരിക്കുന്ന മുഹമ്മദ് അബ്ബാസ് ലീഡ് ചെയ്യുന്ന ഫത്തേ പാർട്ടിയും
ഈ ഹമാസും കൂടെ ലയിക്കാനുള്ള തീരുമാനത്തിന് ഹമാസ് ഓക്കെ പറഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. പിന്നെ ഒരു ആഘോഷമുണ്ട്, അതായത് 37 വർഷമായി ഇന്തിഫാദ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും അത് പിന്നെ തുടങ്ങിയതിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും കണ്ണീരോടുകൂടി തന്നെയാണ് ഈ ഗാസ നിലനിൽക്കുന്നത്. ഇന്ന് കൂടുതലായിട്ടൊന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു സെലിബ്രേഷൻ അവർക്ക് കൊടുക്കുന്നത്. അതായത് ഇന്നലെയോടുകൂടി ഏതാണ്ട് 37 വർഷം പൂർത്തിയായിരിക്കുകയാണ് ഇന്തിഫാദ എന്ന് പറഞ്ഞ ഈ ഒരു മൊമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഹമാസിന്റെയൊക്കെ 2 തലമുറകൾക്ക് മുമ്പുള്ള ഓർഗനൈസേഷനാണ് ഈ ഒരു ഇന്തിഫാദ. സൗത്ത് കൊറിയ പ്രസിഡന്റ് യോന് വേണ്ടിയിട്ടുള്ള ഇംപീച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള മുറവിളി അവിടെ കൂടുതലായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആണ്. ഇന്നൊക്കെ കയ്യാങ്കളി നടക്കുന്ന അത്രയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ യോമിനെ പുറത്താക്കാനുള്ള ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള വോട്ടെടുപ്പ് ഇന്നാണ് നടക്കുന്നത്, ശനിയാഴ്ച ഇന്നാണ് നടക്കുന്നത്. ഇന്ന് അതിലൊരു തീരുമാനത്തിൽ അറിയാൻ പറ്റും, ആ പ്രസിഡന്റ് പദവിയിൽ തുടരാൻ പറ്റുമോ അല്ലെങ്കിൽ പുറത്തു പോകണം എന്നുള്ള തീരുമാനം ഇന്ന് തന്നെ അറിയാൻ പറ്റുന്നത്. നടന്ന കുറെ വിഷയങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.